അവനെ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം, കോലഞ്ചേരിക്ക് ഇനി മടങ്ങി പോകുന്നുണ്ടോ? ഇനി ഒരു മടക്കമില്ല ഉണ്ണിയെ. അപ്പോൾ അത്രയും വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും വിജയിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമുണ്ട്. ആറന്മുള നിയോജകമണ്ഡലത്തിൽ UDF ഒരു ജനപ്രതിനിധി സംസ്ഥാനത്ത് UDF മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അതിന് പിന്തുണ കൊടുക്കാനുണ്ടാകും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ അവന് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഒരു ഭൂരിപക്ഷം എത്രയുണ്ടാവും? വലിയ വിജയപ്രതീക്ഷ പറയുമ്പോൾ ഭൂരിപക്ഷം എത്രയാണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അത് പറയാൻ മാത്രം അത്ര ധാർഷ്ട്യമുള്ള അഹങ്കാരമുള്ള ആളല്ല എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്പർ പറയില്ല എന്നുള്ളത് നിലപാടാണ്. പക്ഷേ ഒരു കംഫർട്ടബിൾ അല്ല, ഒരു അൾട്രാ കംഫർട്ടബിൾ മെജോറിറ്റി അത് ആറന്മുളയിലുണ്ടാകും. ആറന്മുളയിൽ UDF ഒരു അൾട്രാ കംഫർട്ടബിൾ മെജോറിറ്റിയിൽ വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷ. അപ്പോൾ അത്രയും വലിയ കോൺഫിഡൻസിൻ്റെ പിന്നിൽ ഏതൊക്കെ ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട്? UDF അനുകൂലമായിട്ട് ഏതൊക്കെ ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്? അത് ജനമെന്നുള്ളതാണ് ആദ്യത്തെ ഘടകം. ജനം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിൽ ജീവിച്ചു എന്നുള്ളതാണ് ഘടകം. കഴിഞ്ഞ 10 കൊല്ലമായി LDF ഭരിക്കുന്ന ഈ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ ജനം വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലെ ജനപ്രതിനിധി കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അത് വികസന മുരടിപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു, അതിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ രാഹുൽ സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ സജീവമാണ്, പൊതുരാഷ്ട്രീയത്തിലേക്കൊക്കെ അദ്ദേഹം ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹം പാർട്ടിയിലേക്ക് ഉടനെ തിരിച്ചു വരാനുള്ള വഴി ഒരുങ്ങുമെന്ന് കരുതുന്നുണ്ടോ? അതൊന്നും പറയാനുള്ള ആളല്ല ഞാൻ. ഒന്ന്, രാഹുലിനെ പുറത്താക്കുന്നതിൻ്റെ ഒരു ഘടകമായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനമെടുക്കുന്ന ഘടകത്തിൽ ഞാനുണ്ടായില്ല. തിരിച്ചെടുക്കാനാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഘടകത്തിൽ ഞാൻ ഒരു ഘടകമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ പറയേണ്ട ആളല്ല. പാർട്ടി നേതൃത്വം ഉചിതമായ സമയത്ത് ഉചിതം പോലെ തീരുമാനമെടുക്കും. ഇപ്പോൾ ആറന്മുളയിലെ കണ്ണാടിയിൽ നോക്കി ഇനിയിപ്പോൾ ചിരിക്കുന്നത് അബിൻ വർക്കി ആയിരിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ട്. അത് ഏത് കണ്ണാടിയിലാണെങ്കിലും ഞാൻ ചിരിക്കാറാണ് പതിവ്. പക്ഷേ ഞാൻ ഉറപ്പായി പറയുന്നു, ആറന്മുളയിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. അത് വളരെ അൾട്രാ കംഫർട്ടബിൾ മാർജിനിൽ ഞങ്ങൾ വിജയിക്കും. സംസ്ഥാന നിയമസഭയിൽ ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആറന്മുളയിൽ നിന്ന് കൈ ഉയർത്താൻ UDF ജനപ്രതിനിധി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എന്തായാലും ആറന്മുളയിൽ നിന്ന് ഇനിയൊരു തിരിച്ചുപോക്ക് എങ്ങോട്ടുമില്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അബിൻ വർക്കി പറയുന്നത്. ആറന്മുളയിലെ കണ്ണാടിയിൽ ഇനിയുള്ള മുഖം, ചിരിക്കുന്ന മുഖം അബിൻ വർക്കിയുടേതായിരിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അബിൻ വർക്കി പങ്കുവെക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.